أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടും അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതെയും അമലു സ്വാലിഹാത്തുകളിൽ കൃത്യമായി മുഴുകിക്കൊണ്ടും ജീവിക്കണമെന്ന് ഏവരെയും ഉപദേശിക്കുകയാണ്. വിശ്വാസിനികളെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം മനസ്സിലാക്കിയ വിഷയങ്ങൾ മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ സംഭവ്യതയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഏത് നിമിഷം നമ്മുടെ ഈ ജീവിതം അവസാനിക്കാമെന്നും ആ നമ്മളുടെ ഈ ജീവിതത്തിലെ അവസാനം എവിടെ വെച്ചാണോ, നാം എവിടെ വെച്ചാണോ മരിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് മരിക്കാനുള്ള സമയമായാൽ നാം പുറപ്പെട്ടു ചെല്ലുമെന്നും, അതേപോലെ തന്നെ പാപം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുറ്റം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് അവർക്ക് ഭയമുള്ള ഒരു കാര്യമാണെന്നും, നേരെ മറിച്ച് നന്നായി റബ്ബിൽ വിശ്വസിക്കുകയും ആരാധനാ കർമ്മങ്ങളെ കൃത്യത പാലിക്കുകയും ചെയ്ത ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്നത് ഭയമല്ല, അവന്റെ സന്തോഷത്തിന്റെ ഒരു കാര്യമാണ്. കാരണം മരണത്തോടുകൂടി മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ച നമുക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അല്ലാഹുവിനെ കാണാൻ കഴിയുക എന്നത് മരണത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ നാം മരണത്തെ വെറുക്കുകയോ മരണത്തെ ഇഷ്ടപ്പെടാതിരിക്കുകയോ മരണത്തെ ഇഷ്ടപ്പെടുകയോ ചെയ്തുകൊള്ളുക, രണ്ടായാലും ആ മരണം എന്നത് സത്യമാണ്. അതിന്റെ പിടുത്തത്തിൽ നിന്ന് ആർക്കും തന്നെ രക്ഷയില്ല. മരണം അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ട് ഒരു നാൾ വരിക തന്നെ ചെയ്യും. അടുത്ത ഏത് നിമിഷവും ആ സത്യവും നമ്മിലേക്ക് സംഭവിക്കും. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലുള്ള അടുത്ത ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ആസ്വദിക്കാവുന്ന ഒന്നാണ് മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഖാഫിൽ അത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്ത് ഖാഫിലെ 19-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد وجاءت سكرة الموت بالحق മരണത്തിന്റെ വെപ്രാളം സക്രാത്തുൽ മൗത്ത് അത് സത്യവും കൊണ്ട് വരിക തന്നെ ചെയ്യും. ذلك ما كنت منه تحيد നീ എന്നും നിന്നാണോ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് ആ മരണത്തിന്റെ വേദനയാണ്, ആ സക്രാത്തുൽ മൗത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്വാസികളെയും ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഒരു സത്യം പഠിപ്പിക്കുന്നു. എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുക തന്നെ ചെയ്യും. അത് സത്യവും കൊണ്ട് ഓരോരുത്തരിലേക്കും വരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്.
വിശ്വാസികൾ നാം എപ്പോഴെങ്കിലും നമ്മുടെ അന്ത്യം നാം ജനലോകത്തു നിന്ന് ഈ ഭൂമുഖത്തു നിന്ന് പടച്ച തമ്പുരാന്റെ അടുക്കിലേക്ക് മറ്റൊരു ലോകത്തിലേക്ക് വിടപറഞ്ഞു പോകുന്ന ആ അവസാന നിമിഷം അതിനെക്കുറിച്ച് ഓർക്കാറുണ്ട്. ആ അവസാന നിമിഷത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓർമ്മ വേർപെട്ടു പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ആ ഓർമ്മ വേർപ്പെടുന്ന ആ സന്ദർഭത്തിലാണ് ഇസ്ലാം മതം സക്രാത്തുൽ മൗത്ത് എന്ന പേരിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് സക്രാത്ത്? സക്രാത്ത് എന്ന് പറഞ്ഞാൽ വേദനകൾ, യാതനകൾ, ഒരുതരം അങ്ങേയറ്റത്തെ പ്രയാസങ്ങളാണ്. അപ്പോൾ ഇവിടെ മരണത്തിന് ഒരു പ്രയാസമുണ്ട്, ഒരു വെപ്രാളമുണ്ട്, ഒരു വേദനയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നാം ഒന്ന് ആലോചിക്കുക, ഞാനും നിങ്ങളും മരിക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രകടൽ, അതിന്റെ ഭയാനകത, അതിന്റെ ആ യാതനകൾ എപ്പോഴെങ്കിലും ഓർത്തുകൊണ്ട് അതിനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ മറ്റുള്ളവരുടെ മരണത്തിൽ കരയാറുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇവരൊക്കെ തന്നെ മരിക്കുന്നത് കാണുമ്പോഴോ നമ്മളൊക്കെ വിലപിക്കാറുണ്ട്, കരയാറുണ്ട്. എന്നാൽ ഞാൻ മരിക്കുന്ന സമയത്തുള്ള മരണത്തിന്റെ വേദന എങ്ങനെയായിരിക്കും? അത് കടുത്തതായിരിക്കുമോ? അതിൽ വല്ല ഇളവും അല്ലാഹു എനിക്ക് ചെയ്തു തരുമോ എന്ന് ഓർത്തുകൊണ്ട് നാം വിലപിക്കാനോ നമ്മുടെ ജീവിതം നന്നാക്കാനോ നാം ശ്രമിച്ചിട്ടുണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവുമുണ്ട്. ഇവർ രണ്ടാമതും മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ അന്ന് മദീന ഏകദേശം 450 പരം കിലോമീറ്ററുകളുണ്ട്. അന്നത്തെ കാലത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്യണം, ആഴ്ചകളോളം യാത്ര ചെയ്യണം. രാത്രി കാലങ്ങളിലായാലും പകൽ മുഴുക്ക സഞ്ചരിക്കും. രാത്രിയായാലും എവിടെയാണോ ആ വഴിവത്തിൽ സംഭരിക്കാനാണ് പതിവ്. വിശ്രമത്തിന് പിന്നെയാണ് യാത്ര തുടരുക, പിറ്റേ ദിവസം പുലർത്തി. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു മലീക റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ രാത്രി കാലങ്ങളിൽ വിശ്രമിക്കാൻ വേണ്ടി സംഭരിച്ച് വഴിവത്തിൽ താമസിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറങ്ങാറില്ല. രാത്രിയിലെ ഏകദേശം പകുതിയോളം സമയം വരെയും നിന്ന് നമസ്കരിക്കാറുണ്ട്. ഖിയാമുലൈൽ നിന്ന് നമസ്കരിക്കും. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും ക്ഷീണിച്ചുറങ്ങുന്ന സമയത്ത് പണ്ഡിത ശ്രേഷ്ഠനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നമസ്കരിക്കും. ഖുർആനിൽ നമസ്കാരം കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നെയും ഉറങ്ങാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ഖുർആനിൽ ഓതാൻ തുടങ്ങി, ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഖുർആൻ ഓതി വന്ന് നാം ഇപ്പോൾ ഓതിയ നമ്മൾ കേൾക്കല്ലോ, ഈ ആയത്ത് നമ്മളുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചു. നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് ഈ സൂറത്ത് ഖാഫിലെ 19ാമത്തെ ആയത്ത് കേട്ടു. മരണത്തിന്റെ വെപ്രാളം, സക്രാത്തുൽ മൗത്ത് സത്യമായും വരിക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിനെ കുലുക്കുന്നില്ല ഈ ആയത്ത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്ത് വജാഅത് സക്രാത്തുൽ മൗത്ത് ബിൽ ഹഖ് ലാലിക മാ കുൻത മിൻഹു തഈൽ എന്ന ആയത്തിൽ മരണത്തിന്റെ വെപ്രാളം സത്യവും കൊണ്ട് വരിക തന്നെ ചെയ്യും. എന്തൊന്നിലും നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നുവോ ആ മരണമാണിത്, ആ മരണത്തിന്റെ വെപ്രാളമാണിത് എന്ന ആയത്തെത്തിയപ്പോ അദ്ദേഹത്തിന് ശബ്ദം വരുന്നില്ല, കരയാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും ഈ ആയത്തെ ഓതി. അപ്പൊ സങ്കടം ഒന്നും കൂടി. അങ്ങനെ അദ്ദേഹം കരഞ്ഞ് ഈ ആയത്ത് മാത്രം
സൂറത്ത് ഖാഫിലെ ഈ 19-ാമത്തെ ആയത്ത് മാത്രം ഓതി ഓതി കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം സങ്കടം നിയന്ത്രിക്കാൻ പറ്റാതായി. അദ്ദേഹത്തിന്റെ ശബ്ദം ആ രാത്രിയിൽ ആ ശാന്തതയിൽ മുഴങ്ങി കേൾക്കണമായിരുന്നു എന്ന പൊട്ടിക്കരയാൻ തുടങ്ങി. എത്ര നേരം 5-10 മിനിറ്റുകളല്ല, മണിക്കൂറുകളല്ല, ഫജ്ർ വരെ സുബഹിന്റെ സമയം വരെയും ഈ ഒരായത്ത് മാത്രം മതി അദ്ദേഹം പൊട്ടിക്കരഞ്ഞിരുന്നു എന്നതാണ്. നമുക്കറിയാം ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കുട്ടിയായിരിക്കെ നബിയുടെ അടുക്കലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഇദ്ദേഹത്തെ കിതാബ് പഠിപ്പിക്കണമേ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കണമേ, അതിന്റെ ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അദ്ദേഹം ഏറ്റവും നല്ല മുഫസ്സിറായി. ഒരു ഖുർആൻ ആയത്തിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിനായിരിക്കും. കാരണം പ്രവാചകന്റെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട്. ഇത്രയും പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹമാണ് സക്രാത്തുൽ മൗത്ത് എന്ന ആയത്തിനെ കുറിച്ച് ഓർത്ത് നിലവിച്ച് പൊട്ടിക്കരയുന്നത്. നമ്മൾ ഓർത്തിട്ടുണ്ടോ? എന്നെയും നിങ്ങളുടെയും ഒക്കെ സക്രാത്തുൽ മൗത്ത് എപ്രകാരമാണ്? എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിന്ന് നമ്മളുടെ റൂഹിനെ, നമ്മുടെ നഫ്സിനെ, നമ്മുടെ ജീവനെ പിടിച്ചെടുക്കുക എന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അല്ലേ, നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലായി ജീവന്റെ തുടുപ്പുകളുണ്ട്. ഈ ജീവന്റെ തുടുപ്പുകളുള്ള എല്ലാ മേഖലകളിലും എല്ലാ അവയവങ്ങളിലും ആരും നിറങ്ങിക്കൊണ്ട് എല്ലാ നിരമ്പുകളിലൂടെയും എല്ലാ മാംസങ്ങളിലൂടെയും എല്ലാ എല്ലുകളിലൂടെയും റൂഹിനെ വലിച്ചു കൊണ്ടുവരുമ്പോൾ പറിച്ചെടുക്കുന്ന ആ സന്ദർഭത്തിൽ വേദന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരന്ന് വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിന്റെ വേദന ഉപമിക്കാൻ ഉപമകളില്ല, ഒരു ഉപമയുമില്ല. ഒരു മനുഷ്യനെ നിർത്തിക്കൊണ്ട് അത്യുഗ്രമായ മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് നിരന്തരം വെട്ടിമുറിക്കുമ്പോൾ എത്ര വേദനയുണ്ടാകുമോ അതിനേക്കാൾ വേദനയാണ് സക്രാത്തുൽ മൗത്തിന്, മരണത്തിന്റെ വേദനയ്ക്ക്. ഒരു മനുഷ്യനെ ജീവനോടുകൂടി നിർത്തി ആ മനുഷ്യന്റെ മൂർധാവിൽ ഈർച്ചവായി വെച്ചുകൊണ്ട് അല്പാൽപമായി അരിഞ്ഞരിഞ്ഞ് ഈർന്നുകൊണ്ട് കണ്ണ് കഷ്ടമാക്കിയിടുമ്പോൾ എത്രമാത്രം ആ മനുഷ്യൻ വേദനയിൽ കടന്ന് പിടയുമോ അതിനേക്കാളും അപ്പുറമാണ് മരണത്തിന്റെ വ്യത്യാസം, മരണത്തിന്റെ വേദന. നമ്മെ വാളുകൾ കൊണ്ട് കത്തിക്കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് വേദനിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ റോഗങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് വെട്ട് കിട്ടുമ്പോൾ വേദനിക്കാൻ കാരണമായ റോഗ് അതിനെ പിടിച്ചു വലിക്കുമ്പോൾ, അതിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ, വേർപ്പെടുത്തിയെടുക്കുമ്പോൾ എത്രമാത്രം ഭയാനകമായിരിക്കും അതിന്റെ വേദന. ഓർത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ നിങ്ങൾ അടുത്ത ഏത് നിമിഷവും അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അനുഭവിക്കാനിരിക്കുന്ന ഒരു അനുഭവമാണ് അതിന്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഭയാനകമാണ്, അത്രയ്ക്കും ഭീകരമാണ്. ആ വേദനയിൽ കടന്നു പിടയുന്ന ആ മരിക്കുന്ന മനുഷ്യൻ ആ വേദനയിൽ അദ്ദേഹം അട്ടഹസിക്കുന്നുണ്ട്, മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷേ ശബ്ദം പുറത്തു വരില്ല. കാരണം മരണത്തിന്റെ വേദന കാരണത്താൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുറിഞ്ഞു പോകുമെന്നാണ്. നമുക്കറിയാമല്ലോ, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് ആരും ഇടി കിട്ടിയാൽ നമുക്ക് ശബ്ദിക്കാൻ കഴിയില്ല. ഒരാളുടെ ശരീരത്തിന് വേദനയുണ്ടാകുന്നു, അയാൾ നിലവിളിച്ച് കരയും. എന്ന് വെച്ചാൽ
അയാൾക്ക് ആ വേദന സഹിക്കാവുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ അദ്ദേഹത്തിന്. കാരണം കരയാനുള്ള ജീവൻ, കരയാനുള്ള ആരോഗ്യം, കരയാനുള്ള ശക്തി ആർക്കുണ്ട്? ഈ മനുഷ്യനുണ്ട്. എന്നാൽ റൂഹിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ സന്ദർഭത്തിലുള്ള വേദന നമുക്കൊരിക്കലും വർദ്ധിക്കാൻ സാധ്യമല്ല. ശബ്ദം ഒഴിഞ്ഞു പോകും, ശബ്ദിക്കാൻ പറ്റില്ല. അത്രമാത്രമുള്ള വേദനയാണ്. ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഒന്ന് കരയാൻ പോലും ഉള്ള ആരോഗ്യം, ശക്തി ആ മരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല. എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും ദുർബലമായിരിക്കും. ഓരോ അവയവങ്ങളും മരിച്ചുകൊണ്ടിരിക്കും. അവന്റെ ബോധം പോയിട്ടുണ്ടാകും. അവന്റെ നാവിന് സംസാരിക്കാൻ കഴിയില്ല. നാവ് കുറഞ്ഞു പോയിട്ടുണ്ടാകും. ശരീരത്തിന്റെ ശക്തികൾ ദുർബലമായ കാരണത്താൽ അവന് കരയാനും നിലവിളിക്കാനും കഴിയില്ല. ഒന്ന് നിലവിളിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒന്ന് ആർത്തട്ടഹസിക്കാൻ കഴിഞ്ഞെങ്കിൽ, എന്റെ വേദന എന്റെ ചുറ്റും കൂടി നിൽക്കുന്ന എന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഴിയില്ല. അവർ അനുഭവിക്കുന്ന വേദന മറ്റൊരു ലോകത്താണ്. നാം നോക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ? ഈ സക്കറാത്ത് എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കഴിയില്ല. അവന്റെ നെഞ്ചിൻ കൂടത്തിൽ നിന്നും അവന്റെ ഹൈറ്റിൽ നിന്നും ഒരു നേരിയൊരു ശബ്ദം മാത്രമേ ആ സമയത്ത് പുറത്തു വരികയുള്ളൂ. എന്ന ശബ്ദം നമുക്കറിയാൻ, ഈ പൊള്ളപ്പുഴയിൽ ഒരാൾ ആഴി പിടിച്ചു കഴിഞ്ഞാൽ, അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം വരികയാണ്. നമ്മൾ ആ തട്ടഹസിക്കാൻ ശ്രമിച്ചാലും എന്ന ശബ്ദമേ വരികയുള്ളൂ. അത് സക്കറാത്തിന്റെ സമയത്തുള്ള സക്കറാത്തിന്റെ വഴിയെന്ന് നാം പറയാം. അങ്ങനെ ഒരു എന്ന ശബ്ദം മാത്രമേ പുറത്തു വരികയുള്ളൂ. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെടുമ്പോൾ ശരീരത്തിന്റെ അകത്തും പുറത്തുമായി, ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലായി വേദന, യാതനകൾ, പ്രയാസങ്ങൾ, വെപ്രാളങ്ങൾ അങ്ങനെ പരന്നു വ്യാപിച്ചു കിടക്കും. വേദനയുടെ കാഠിന്യം നിമിത്തം അവന്റെ കൃഷ്ണാമണി കണ്ണു മുകളിലോട്ട് ഉയർന്നു പോകും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് സൂചന നൽകുന്ന ഒരു ആയത്ത് സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ട്. തദൂം അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്. മരണവെപ്രാളത്തിലുള്ള ഒരാൾ അയാളുടെ കണ്ണ് എപ്രകാരമാണോ മേലോട്ട്, അവന്റെ കണ്ണുകൾ തദൂം അഅ്യുനുഹും, അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്. മരണവെപ്രാളം കാണിക്കുന്ന ഒരാളെ പോലെ, മരണത്തിന്റെ വേദനയിൽ കടന്ന് തടയുന്ന ഒരാളെ പോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് സൂറത്ത് അഹ്സാബിൽ പറയുന്നു. സക്കറാത്തിന്റെ സമയത്ത് ജീവൻ വേർപ്പെടുമ്പോൾ, റൂഹ് വേർപ്പെടുന്ന ആ സമയത്ത് കണ്ണുകൾ പോലും മേലോട്ട് ഉയർന്നു. നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഈ ഒരു സത്യത്തെക്കുറിച്ച്. തൊണ്ടയും നാവും വറ്റി വരണ്ടു പോകും, ചുണ്ട് വറ്റി വരണ്ടു പോകും, ദാഹമുണ്ടാകും. പക്ഷേ വെള്ളം ചോദിക്കാനുള്ള ശബ്ദം പുറത്തു വരില്ല. അതിന് കഴിയില്ല. അവന്റെ ജീവൻ വേർപ്പെട്ടുകൊണ്ടിരിക്കുകയില്ല. അങ്ങനെ അല്പാൽപമായി അവന്റെ ശരീരം മരിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഓർമ്മ പിടിക്കാൻ തുടങ്ങുന്നത് എവിടം മുതലാണ്? കാലിന്റെ പാദം, കാലിന്റെ വേര് മുതൽ തുടങ്ങും. അങ്ങനെ കാലിന്റെ പദം, കടങ്കാലുകൾ, അങ്ങനെ വന്ന് തൊടാം. അങ്ങനെ ഓരോ ഭാഗങ്ങളായി സക്കറാത്തിന്റെ വേദന ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ഭാഗങ്ങളിലായി റോഹങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കും. അങ്ങനെ അവസാനം ആ റോഹ എവിടെ ഹൽക്കലെത്തും, തൊണ്ടക്കുഴിയിലെത്തും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ പറയുന്നത്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ
നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മരണത്തെ തടുത്തു നിർത്താൻ പറ്റാത്തത്? മരണത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തടുത്തു നിർത്താൻ പറ്റാത്തത്? റൂഹ് എവിടെ എത്തുമ്പോ? സ്വന്തം കുടിയിലെത്തുമ്പോ, ഹൈക്കിലെത്തുമ്പോ എന്ന് പറയുന്നു. അപ്പോൾ റൂഹ് ഹൈക്കിലെത്തുന്നതുവരെ മലക്കുൽ മൗത്ത് ജീവൻ പിടിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട മലക്കുൽ മൗത്ത് ഇടപെടില്ല. അതുവരെ മലക്കുൽ മൗത്തിന്റെ അകമ്പടിയായി വന്നിട്ടുള്ള മലക്കുകളാണ് മറ്റു നടപടിക്രമങ്ങളെല്ലാം ചെയ്യുക. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചെടുക്കുക. നാം ഓർത്തിട്ടുള്ളൂ. അങ്ങനെ റൂഹ് ഏകദേശം ഹൈക്കിലെത്തിക്കഴിഞ്ഞാൽ, തൊണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ഈ ദുനിയാവും അവന്റെ കുടുംബക്കാരെയും കാണാൻ കഴിയില്ല. അവന്റെ കാഴ്ച മുറിഞ്ഞു പോകും. അവന്റെ നോട്ടം ഈ ദുനിയാവിനെ അവസാനമായി കാണുന്നു. ഞാൻ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് റൂഹിങ്ങനെ അവിടെ എത്തുമ്പോ നോട്ടം മുറിഞ്ഞു പോകുന്നത് പിന്നെ കാണാൻ പറ്റില്ല. നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ, അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ ഉപ്പമാരെ, നമ്മുടെ ഉമ്മമാരെ കാണാൻ പറ്റില്ല. അവസാനത്തെ നോട്ടം കഴിഞ്ഞു. പിന്നെ മറ്റൊരു ലോകവുമായിട്ടാണ് അവരുടെ ബന്ധം. കാഴ്ചകൾ മുറിഞ്ഞുപോയി. മാത്രവുമല്ല, പശ്ചാത്താപത്തിന്റെ തൗബയുടെ കവാടം അടഞ്ഞുപോയി. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുണ്ട്. എന്താണ് നബി പറയുന്നത്? ഇന്നല്ലാഹു തആല യുഖ്ബിലു തൗബത അബ്ദിൻ മാ ലം യുഗ്റർ. ഒരു മനുഷ്യന്, ഞാൻ പറഞ്ഞില്ലേ, സക്കറാത്തിന്റെ സമയത്തുണ്ടാവുന്ന നിറനിറാകുന്ന വഴി, സക്കറാത്തിന്റെ വഴി, അത് എത്തുന്നതിന് മുമ്പ് മാത്രമാണ് പശ്ചാത്താപം സ്വീകരിക്കുക. അതിനു മുമ്പാണെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പറയുന്നു. അപ്പോ റൂഹങ്ങനെ പിടിച്ചുകൊണ്ട് തൊണ്ടയിൽ എത്തുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? പശ്ചാത്താപത്തിന്റെ കവാടങ്ങൾ അടഞ്ഞുപോയി. ഏതൊരു മനുഷ്യനും ആ സമയത്ത് റൂഹ് വേർപ്പെടുന്ന ആ അവസാന ഘട്ടത്തിൽ പടച്ചവനെ ഞാൻ പശ്ചാത്തലിച്ചു, ഞാൻ നന്നാവാം, എന്റെ തെറ്റുകൾ പുറത്തു തരണേ, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് ഓരോരുത്തരും പറയും. പക്ഷേ ആ സമയത്ത് നാം പശ്ചാത്തലിച്ചതുകൊണ്ടോ, നാം കരഞ്ഞതുകൊണ്ടോ, നിലവിളിച്ചതുകൊണ്ടോ ഒരു രക്ഷയും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ അത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നത്? وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن. ليست التوبة توبة പശ്ചാത്താപമില്ല. ആർക്ക്? ലല്ലദീന യഅമലൂന സയ്യിആത്ത്, പാപങ്ങൾ ചെയ്യുന്നവർക്ക്. എത്ര വരെ? ഏത് സമയം വരെ? ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, അവരിലേക്ക് മരണം വരുന്നതുവരെയും അവൻ പാപം ചെയ്ത് ജീവിക്കും. അതിനു മുമ്പൊന്നും രക്ഷപ്പെടണം, നന്നാവണം, ഇനി തെറ്റുകൾ ചെയ്യരുത് എന്ന് തോന്നിയില്ല. അവനിലേക്ക് മലക്കുൽ മൗത്ത് വന്ന് അവന്റെ റൂഹ് പതിച്ചെടുക്കുന്ന ആ ഘട്ടത്തിലാണ് പടച്ചവനെ പടച്ചവനെ ഞാൻ ഇപ്പോൾ ഇതാ പശ്ചാത്തലിച്ചിരിക്കുന്നു, ഞാൻ തൊമ്മ ചെയ്തിരിക്കുന്നു, എന്റെ തൊമ്മ സ്വീകരിക്കണമേ, ഇനി ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നു, അത്തരക്കാരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കില്ല, അവർക്ക് പശ്ചാത്താപമില്ല എന്ന് അല്ലാഹു ഇവിടെ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ്, നമ്മുടെ ശരീരത്തിലൊന്ന് റൂഹ് പിടിച്ചു മാറ്റുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ പശ്ചാത്തപിക്കണം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാലുള്ള ആ അവസ്ഥ, ആ വെപ്രാളം ഉറപ്പിക്കാൻ അവൻ ഉറച്ചു. ഇനി ദുനിയാവിലേക്ക് തിരിച്ചു വരില്ല, ഞാൻ പോവുകയാണ്, മടങ്ങാത്തൊരു യാത്ര,